നമുക്കെല്ലാവർക്കും തന്നെ യേശുവിൻ്റെ പാദത്തിൽ വെൺകൽ ഭരണി കൊണ്ടുവന്ന് യേശുവിൻ്റെ പാദത്തിൽ തൈലം ഒഴിച്ച ആ സംഭവം സുവിശേഷങ്ങളിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് അങ്ങനെയുള്ള ഒരു പ്രാവശ്യം മാത്രമാണോ യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ചത്? പലപ്പോഴും ഈ യേശുവിൻ്റെ പാദത്തിൽ തൈലം പൂശി എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിലും പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനുണ്ട്. ഇത് ആരാണ്? കാര്യം ഈ സെക്യുലറായിട്ടുള്ള ചില കവികളൊക്കെ മഗ്ദലന മറിയം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ആളുകളുടെ മനസ്സിൽ ഇത് ആരാണ് ഇപ്പൊ ഒഴിച്ചത്? അത് മഗ്ദലന മറിയമാണോ? കാര്യം ഇത് മത്തായിയുടെ സുവിശേഷത്തിലും വായിക്കുന്നു, ലൂക്കോസിലും വായിക്കുന്നു, മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, ആരാണ്? നമുക്ക് ആ ഭാഗങ്ങളൊന്ന് നമുക്ക് നോക്കുകയും അവിടെ നിന്ന് നമുക്ക് ചില ആത്മീക സത്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഇത് 4 സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്രകാരമുള്ള നമ്മളത് വചനം നമ്മൾ വായിക്കുമ്പോൾ, ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ ഇത് 4ഉം ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല 3 പ്രാവശ്യം ഇത് 3 സെപ്പറേറ്റ് സംഭവങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. 3 സെപ്പറേറ്റ് സമയത്ത് യേശുവിൻ്റെ പാദത്തിൽ വന്ന് സ്ത്രീകൾ ആയിട്ടുള്ള പലര് യേശുവിൻ്റെ പാദത്തിൽ വന്ന് തൈലം പൂശിയതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് ഇത് ഏറ്റവും ആദ്യം സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ് നമ്മൾ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 7-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുമ്പോൾ ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്തായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത്. അപ്പോൾ ഈ ഒരു സംഭവം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്ന ഈ ഒരു സംഭവം വളരെ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്. മറ്റതെല്ലാം യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പായി നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് യേശുവിന്റെ സുവിശേഷം പ്രവർത്തനത്തിന്റെ, യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയത്താണ് നമ്മൾ ലൂക്കോസ് 7-ാം അധ്യായത്തിലെ കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ ലൂക്കോസ് 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ആരാണ് ഈ യേശുവിന്റെ പാദത്തിൽ പരിമള തൈലം കൊണ്ടുവന്നത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം 7-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിക്കുവാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ അത് ആരായിരുന്നു യേശുവിന്റെ പാദത്തിൽ ഈ പരിമള തൈലവുമായിട്ട് വന്നത്? നമുക്ക് ആ പേരറിയില്ല. കാര്യം വചനത്തിൽ പേര് പറയാത്തിടത്തോളം നമുക്ക് പേര് ആരാണെന്ന് അറിയില്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീ, പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അത് മഗ്ദലന മറിയമാണ് എന്ന് ആരെങ്കിലും അസ്യൂം ചെയ്തിട്ടായിരിക്കാം അങ്ങനെ ആ രീതിയിൽ ആ കവിതയൊക്കെ എഴുതിയത്. വള്ളത്തോളുടെ ഒരു കവിതയാണ് ആളുകൾ പലപ്പോഴും അങ്ങനെ പരാമർശിക്കുന്നത്. പക്ഷെ വചനത്തിൽ അതിനെക്കുറിച്ച് ആരാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീ. അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഈ ഒരു സംഭവമാണ് ഏറ്റവും ആദ്യം യേശുവിന്റെ പാദത്തിൽ പരിമള തൈലവുമായിട്ട് ഒരു സ്ത്രീ പറയുന്നത്. പക്ഷേ ഇവിടെ ആരുടെ വീട്ടിലായിരുന്നു ഇത്? ഒരു പരീശന്റെ വീട്ടിലായിരുന്നു. ആ പരീശന്റെ പേരെന്താണ്? ശീമോൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും പിന്നീട് നമ്മൾ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഒരു സ്ത്രീ വരുന്ന ഒരു സംഭവം നമ്മൾ മത്തായിലും മർക്കോസിലും വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ. അപ്പൊ ഇതാരാ? ഈ പരീശനായ ശീമോനും കുഷ്ഠരോഗിയായ ശീമോനും ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ഇൻസിഡന്റ്. ഇവിടെ പരീശനായ ശീമോന്റെ വീട്ടിലാണ് ഈ സ്ത്രീ വന്നത്. ആ ശീമോന്റെ വീട്ടിൽ യേശുക്രിസ്തു പോയപ്പോൾ അവിടെ വെൺകൽ ഭരണി പരിമള തൈലവും കൊണ്ട് അവൾ വന്നു. അവളെ സംബന്ധിച്ചോളം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഇത് ഒരു വ്യക്തി തന്റെ യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നടന്നു എന്ന് മാത്രമല്ല, ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിലും നടന്ന ഒരു സംഭവമാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചോളം അവൾക്ക് അവളുടെ പാപ വഴിയിൽ നിന്ന് അവൾ തിരിഞ്ഞ്
കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് കർത്താവിനെ പിൻപറ്റി പോകണം എന്നുള്ള തീരുമാനത്തോടുകൂടെ അവൾ വന്ന് ആ ഹൃദയത്തിലെ സ്നേഹവും ഹൃദയത്തിലെ കർത്താവിനോടുള്ള ബഹുമാനവും ഒക്കെ യേശുവിന്റെ പാദത്തിൽ വന്ന് അവള് പകരുകയായിരുന്നു. അവളുടെ ജീവിതത്തിന്റെ ആരംഭത്തിൽ ഇപ്പൊ നമ്മെ സംബന്ധിച്ചോളം പലപ്പോഴും നാമും രക്ഷിക്കപ്പെടുന്ന സമയത്ത്, കർത്താവെ, നീ എന്നോട് ഇത്രത്തോളം കരുണ കാണിച്ചല്ലോ, നീ എന്നോട് ഇത്രത്തോളം ദയവ് കാണിച്ചല്ലോ, എൻ്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിച്ചല്ലോ കർത്താവെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിൽ വന്ന് പരിമള തൈലം പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയി കുറെ നാളുകൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കർത്താവിൻ്റെ പാദത്തിൽ പരിമള തൈലം ഒഴിക്കുന്നവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ള ചില ഇൻസിഡൻസ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇൻസിഡന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തായിരുന്നു. ഇത് ആ ഒരു പട്ടണത്തിലെ പാപിയായ ഒരു സ്ത്രീയാണ് യേശുവിന്റെ പാദത്തിൽ വന്ന് ഈ പരിമള തൈലവുമായിട്ട് വന്നത്. ഇത് പരീശനായ ശീമോന്റെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. പക്ഷേ 39 വാക്യത്തിൽ അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. അപ്പോ ഈ പരീശനെ സംബന്ധിച്ചോളം അവന്റെ ഉള്ളിൽ ചില നിരൂപണങ്ങളുണ്ടായി. അവൻ ആ സ്ത്രീയെ നിന്ദിക്കുകയും അവൾ എന്താണ് ഈ രീതിയിൽ ചെയ്യുന്നത്, യേശുക്രിസ്തുവിന് ഇത് മനസ്സിലാകുന്നില്ലേ, അവൾ പട്ടണത്തിലെ ഒരു പാപിയായ സ്ത്രീയല്ലേ എന്ന് പറഞ്ഞ് അവനൊരു പരീശനെ പോലെ, നമ്മൾ പരീശനെയും ചുങ്കക്കാരനെയും നമ്മൾ വായിക്കുന്നു, ആ തരത്തിലുള്ള ഒരു പരീശനെ പോലെ തന്നെ അവൻ പെരുമാറുകയാണ്. അവന് ആ സ്ത്രീയെ പുച്ഛത്തോടു കൂടിയാണ് അവിടെ നോക്കുന്നത്. നമുക്കിവിടെ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, ഇവിടെ ശിഷ്യന്മാരെ ഒന്നും കാണുന്നില്ല. നമ്മൾ മറ്റ് ഇൻസിഡൻസിലൊക്കെ വായിക്കുമ്പോൾ ഈ യൂദ ഈ പാഴ്ചെലവ് എന്തിന്, വെറും ചെലവ് എന്തിന് എന്ന് ചോദിക്കുന്നതും മറ്റ് ശിഷ്യന്മാരൊക്കെ ഇതിനെ ചോദ്യം ചെയ്യുന്നതും ഒക്കെ നമുക്ക് മറ്റ് സംഭവങ്ങൾ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. പക്ഷെ ഇവിടെ ശിഷ്യന്മാരെ കുറിച്ചും പറയുന്നില്ല. കാര്യം യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭമായിരുന്നു. ശിഷ്യന്മാരൊക്കെ ആ മിനിസ്ട്രിയിലൊക്കെ ഇൻവോൾവ് ചെയ്യാനും യേശുവിന്റെ കൂടെ നടക്കുവാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള ആ ആരംഭ സമയമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ശിഷ്യന്മാർക്കും ഇവിടെ അത്രയധികം ഒരു ഇമ്പോർട്ടൻസ് ഈ ഇൻസിഡന്റിൽ ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്രകാരം ഈ സ്ത്രീയെ നിന്നയോടുകൂടെ അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ മാത്രമേ പറഞ്ഞുള്ളൂ ഈ പരീശൻ. അങ്ങനെ പറഞ്ഞപ്പോ 40 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞു. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വിചാരിക്കുകയും മറ്റു ചിലരെ പുച്ഛിക്കുകയും മറ്റു ചിലരെ നിന്ദിക്കുകയും മറ്റു ചിലർ യേശുവിനോട് അടുത്തേക്ക് വരുമ്പോൾ അവനെ എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവിന് നമ്മോട് ചിലപ്പോ ഒരു കാര്യം പറയാനുണ്ടാവും. നമുക്കത് കേൾക്കാനുള്ള ചെവി നമുക്കുണ്ടാകണം. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് അവൻ പറഞ്ഞു, ഗുരു പറഞ്ഞാലും. അവന് കേൾക്കാൻ അവന് മനസ്സുണ്ടായിരുന്നു. അതിനെ തുടർന്ന് നമ്മൾ അവിടെ വായിക്കുന്നത്, കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കുവാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വകയില്ലായകയാൽ അവർ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരധികം അവനെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അവനോട്, നീ വിധിച്ചത് ശരി. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നതു മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഇവിടെ ഈ പരീശനായ ശീമോൻ അവനും യേശുവിനെ പിൻപറ്റാനായിട്ട് തീരുമാനിച്ചവനാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിനെ അവന്റെ വീട്ടിലേക്ക് വിളിച്ചത്. പക്ഷെ ഈ പരീശനായ ശീമോനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ എത്രമാത്രം ആഴമായ അവന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ എന്റെ പാപത്തെ കർത്താവെ അങ്ങ് ക്ഷമിച്ചല്ലോ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ പാപിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ കർത്താവിന്റെ സ്നേഹത്തെയും കർത്താവിന്റെ ക്ഷമയുടെയും ഐശ്വര്യത്തെ കണ്ടുകൊണ്ട് അവൾക്കുള്ള ഏറ്റവും വിലയേറിയത് യേശുവിന്റെ പാദത്തിൽ അവൾ അർപ്പിക്കുവാനായിട്ട് അവൾ തയ്യാറായിരുന്നു. അവളെ സംബന്ധിച്ചോളം യേശു പറയുന്നത്, അവൾക്ക് അധികമായിട്ട് ഇളച്ചു കിട്ടി എന്നുള്ള ബോധ്യം അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അധികമായിട്ട് സ്നേഹിക്കുന്നു. നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ദൈവത്തോട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, നമുക്ക് സ്നേഹം കുറവാണ്, എനിക്ക് ദൈവത്തോട് സ്നേഹം കുറവാണ്, അല്ലെങ്കിൽ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവത്തോട് സ്നേഹം കുറവായി പോകുന്നത്? എനിക്ക്
അധികമായിട്ട് ഇളച്ചു കിട്ടി എന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അധികമായിട്ട് ഇളച്ചു കിട്ടി എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? എനിക്ക് പാപബോധം ഉണ്ടാകണം. പാപബോധം ഉണ്ടായാൽ മാത്രമേ എൻ്റെ പാപം ഇളച്ചു കിട്ടി എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുകയുള്ളൂ. പലരെ സംബന്ധിച്ചോളവും അവർക്ക് ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ എൻ്റെ പാപം പല കാര്യങ്ങളും, ഞാൻ ആ കാര്യം ചെയ്യുമായിരുന്നു, ഈ കാര്യം ചെയ്യുമായിരുന്നു, ഇതെല്ലാം ദൈവം എന്നോട് ക്ഷമിച്ചു, അതുകൊണ്ട് ഓക്കെ ഞാൻ കർത്താവിന്റെ അടുക്കലേക്ക് വളരെ സന്തോഷത്തോടെ എല്ലാം കർത്താവിനെ ഒരു ആദ്യ സ്നേഹത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നു. എന്നാൽ നാളുകൾ പോകുമ്പോൾ, കുറച്ച് നാളുകൾ കഴിഞ്ഞ്, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, ഞാനിപ്പം കേമമാണ്, കുഴപ്പമില്ല, ഞാൻ വലിയ മോശക്കാരനല്ല, ഞാൻ കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് കയറുകയും അതിനെ തുടർന്ന് ഇപ്പൊ പാപബോധം നഷ്ടപ്പെടുന്നു. എനിക്ക് അധികം ഇളച്ചു കിട്ടുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തെ കാണുവാനും, കർത്താവെ എൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ മനോഭാവത്തിലും, കർത്താവെ എൻ്റെ പെരുമാറ്റങ്ങളിലും എൻ്റെ പണമിടപാടുകളിലും എൻ്റെ പല കാര്യങ്ങളിലും, കർത്താവെ ഞാൻ എൻ്റെ കുറവുകളെ ഞാൻ കാണുന്നു, എൻ്റെ പാപത്തെ ഞാൻ കാണുന്നു. ആ പാപത്തെ ഞാൻ കണ്ട് ആ പാപവുമായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ, കർത്താവെ എനിക്കിന്നും അങ്ങയുടെ പാപക്ഷമ ആവശ്യമാണ്, എനിക്കിന്നും അങ്ങയുടെ കഴുകൽ ആവശ്യമാണ്. കർത്താവെ എനിക്കിന്ന് ഇവിടെ വരാനായിട്ട് കഴിയുന്നത് എനിക്ക് കഴിഞ്ഞ 12 വർഷത്തെ 15 വർഷത്തെ 20 വർഷത്തെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കർത്താവെ ഇന്ന് വീണ്ടും കർത്താവെ അങ്ങയുടെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങനോട് എന്നെ കഴുകിയല്ലോ, അങ്ങനെ ശുദ്ധീകരിച്ചല്ലോ. എൻ്റെ അനേകമായ പാപങ്ങൾ കർത്താവെ ഞാൻ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോഴും, കർത്താവെ ഞാൻ അവിടെയും ഇവിടെയും എൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഒക്കെ എൻ്റെ മനോഭാവങ്ങളിലൊക്കെ ഞാൻ പാപങ്ങളെ കാണുന്നു. കർത്താവെ നീ എന്നെ ക്ഷമിക്കണമേ, നീ എന്നോട് ക്ഷമിക്കണമേ, നീ എന്നോട് കരുണ തോന്നണമേ. ഈ പാപബോധം നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് പാപക്ഷമയും നമുക്ക് ആവശ്യമായി വരും. പാപക്ഷമ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുമ്പോൾ, കർത്താവെ ഞാൻ ദൈവത്തിന് മുമ്പാകെ വലിയ പാപം ചെറിയ പാപം എന്നില്ല, നമ്മുടെ ചെറുതെന്ന് നമുക്ക് തോന്നുന്ന പാപങ്ങളും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമ്മുടെ സ്വന്തം നീതി കൊണ്ട് നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് മാത്രമേ അവന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ രീതിയിൽ നമുക്ക് പാപബോധമുണ്ടാവുമ്പോൾ നമുക്ക് പാപക്ഷമ ആവശ്യമായിട്ട് വരും. പാപക്ഷമയ്ക്കായിട്ട് നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും, കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും. കർത്താവ് നമ്മുടെ പാപങ്ങളെ ഇളച്ച് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്ദി ഉണ്ടാവും. കർത്താവെ എന്റെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കുന്നല്ലോ, അനേകമായ പാപങ്ങളെ നീ എന്നോട് എന്നോട് ക്ഷമിക്കുന്നല്ലോ കർത്താവെ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ മാത്രമല്ല, നമ്മുടെ തുടർമാനമായുള്ള യാത്രയിൽ. അങ്ങനെയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. എന്നാൽ ഈ പരീശനെ സംബന്ധിച്ചോളം, ഈ ശീമോനെ സംബന്ധിച്ചോളം അവന് ഒരു കാലത്ത് ഇളച്ചു കിട്ടിയതായിരുന്നു. എന്നാൽ അവനെ സംബന്ധിച്ചോളം അവനിപ്പോ ആ സ്ത്രീയെ കണ്ടപ്പോ, അവളെ എനിക്കറിയാം, അവൾ പട്ടണത്തിലെ പാപിയല്ലേ, ഞാനാരാണ്, എനിക്ക് കുഴപ്പമില്ല. ഈ ഒരു മനോഭാവം അവന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവന്റെ ആദ്യ സ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയി. അവന് കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവന് അല്പം മാത്രം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അവന് അല്പം ഒരു സ്നേഹമുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ചോളം ആ സ്ത്രീയെ പോലെ അവന്റെ ഉള്ളത്തിൽ നിന്ന് പൂർണ്ണമായി അവന്റെ വിലയേറിയത് യേശുവിന്റെ പാദത്തിൽ കൊണ്ടുവച്ച് യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. പ്രിയ സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയണം, കർത്താവ് എനിക്ക് വെളിച്ചം തരണം, കർത്താവ് എനിക്ക് വെളിച്ചം തരണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഇരുട്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് നമ്മുടെ കുറവുകളെ കാണാനായിട്ട് പറ്റുന്നില്ല, നമ്മുടെ പാപങ്ങളെ കാണാനായിട്ട് പറ്റുന്നില്ല. നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം മനസ്സിനനുസരിച്ച് നാം പല തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുന്നു. നമ്മെ സംബന്ധിച്ചോളം നാം ഇരുട്ടിൽ നിൽക്കുമ്പോഴും നാം ചിന്തിക്കുന്നത്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, കർത്താവെ നീ എന്നെ കാണിച്ചു തരണം, എനിക്ക് കർത്താവ് വെളിച്ചം നൽകണം, കർത്താവെ എനിക്ക് എന്റെ കുറവുകളെ കാണിച്ചു തരണം. അങ്ങനെയാവുമ്പോൾ എനിക്ക് മാനസാന്തരത്തിന് ഞാൻ ആവശ്യമുള്ളവനായിത്തീരും, ഞാൻ മാനസാന്തരത്തിന് ആവശ്യമുള്ളവനായിത്തീരും, അവന്റെ കഴുകലിന് ആവശ്യമുള്ളവനായിത്തീരും. ആ രീതിയിൽ എനിക്ക് പാപങ്ങൾ മോചിച്ചു തന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടാവും. കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് എനിക്ക് കഴിയും. നമ്മൾ ഈ ഒരു ഉപമയിൽ നിന്നും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പല പാഠങ്ങൾ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഈ രീതിയിൽ ലളിതമായി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ അടുക്കലേക്ക് ആ പരിമള തൈലം, വിലയേറിയ ആ പരിമള തൈലം വെൺകൽ ഭരണിയുമായിട്ട് അവന്റെ അടുക്കൽ വന്ന് കണ്ണുനീർ കൊണ്ട്, അനുതാപത്തിന്റെ കണ്ണുനീർ, അവൾക്ക് പട്ടണത്തിലെ പാപിയാണ്, പക്ഷേ അവളെ കർത്താവിന്റെ അടുക്കലേക്ക് അനുതാപത്തിന്റെ കണ്ണുനീരുമായിട്ട് അവൾ വരുമ്പോ, ഹല്ലേലൂയ, അവൻ അധികം മോചിച്ച് അവളെ ഒരു വിശുദ്ധയാക്കി, കർത്താവിന്റെ ഒരു ശിഷ്യയാക്കി മാറ്റുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. നമ്മെ സംബന്ധിച്ചോളം നാം പേടിച്ച് നാം എവിടെയും ഒളിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ പാദത്തിങ്കിലേക്ക് നാം മുഴുവനുമായിട്ട് വന്നാൽ കർത്താവിനെ നമ്മെ ശുദ്ധീകരിച്ച് അവൻ നമ്മുടെ പാപങ്ങളെ അധികമായിട്ട് മോചിച്ച് അവന്റെ മകനാക്കി, മകളാക്കി പോകുവാനായിട്ട് കഴിയുമെന്ന് മാത്രമല്ല, നമ്മൾ ഈ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ
വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനോ സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. ആ രീതിയിൽ ആകുലങ്ങളും ഭാരങ്ങളുമായിട്ട് വരുന്ന ഒരു വ്യക്തിയോട്, അനുതാപത്തിന്റെ കണ്ണുനീരുമായിട്ട് മറ്റൊരു ന്യായീകരണവുമില്ലാതെ യേശുവിന്റെ പാദത്തിൽ വന്ന് ഏറ്റവും വിലയേറിയതിനെ അർപ്പിക്കുന്ന, കണ്ണുനീര് കൊണ്ട് അവന്റെ പാദത്തെ തുടയ്ക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് കർത്താവ് പറയുന്നത്, നീ അസ്വസ്ഥമായ ഒരു മനസ്സോടെ നീ ഇരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോയി, നിന്റെ ഭാരങ്ങളെ നിനക്ക് ഇറക്കി, നിനക്ക് സമാധാനത്തോടെ പോകാം. ഹല്ലേലൂയ, സമാധാനത്തോടെ പോകാം. നാം കർത്താവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയ ചെറുപ്പക്കാരെ, മുതിർന്നവരെ, ഏതെങ്കിലും തരത്തിലുള്ള ഭാരവുമായിട്ടാണോ നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത്? എനിക്ക് ഇത് കർത്താവിനോട് ക്ഷമിക്കുമോ? അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അതിന് നമുക്ക് ആവശ്യമുള്ളത്, കർത്താവിന് രക്താംബരം പോലെ ചുവന്ന പാപമാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുക്കുവാൻ അവന്റെ രക്തത്തിന് ശക്തമാണ്, അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ പാപങ്ങളെ നാം സത്യസന്ധമായിട്ട് മുഖം മൂടികളില്ലാതെ അവന്റെ ഇടത്തിൽ പാപമായിട്ട് തന്നെ സമ്മതിച്ച് അവന്റെ അടുക്കൽ ചെല്ലണം. പാപത്തെ നമ്മൾ പലപ്പോഴും അതൊരു ബലഹീനതയാണ്, അത് അല്ലെങ്കിൽ ആ ആളിന്റെ കുഴപ്പമാണ്, ഈ വ്യക്തിയുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് എന്റെ പാപത്തെ ഞാൻ കണ്ട് എന്റെ പാപത്തിന്റെ അനുതാപവുമായി പാപത്തെ ഞാൻ ഓണപ്പ് ചെയ്ത് ഞാൻ അനുതാപവുമായിട്ട് അവന്റെ പാദത്തിലേക്ക് വരുന്ന വെൺകൽ ഭരണിയുമായിട്ട് അവന്റെ പാദത്തിലേക്ക് വരുമ്പോൾ, കർത്താവിന് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് വിശ്വാസത്തോടെ നാം കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ നമ്മെ ക്ഷമിച്ച് നീ സമാധാനത്തോടെ പോവുക, സമാധാനത്തോടെ പോവുക. അസമാധാനത്തിൽ ഇവിടെ ആരും ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആർക്കും ഇരിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തോടെ പോകുവാനായിട്ട് ദൈവം നമ്മോട് പറയും. ഇതാണ് യേശുവിന്റെ പാദത്തിൽ വെൺകൽ ഭരണിയുമായിട്ട് വന്ന ആദ്യത്തെ ഇൻസിഡന്റ്. രണ്ടാമത്തെ ഇൻസിഡന്റ് നമ്മൾ ലൂക്കോസ് 12 വായിക്കുന്നത്. ആദ്യത്തെ ഇൻസിഡന്റിൽ നമുക്ക് ഒന്നുകൂടെ ഓർത്തിരിക്കാനായിട്ട്, അത് പരീശനായ ശിമോന്റെ വീട്ടിൽ പട്ടണത്തിലെ പാപിയായ സ്ത്രീ, അവിടെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നില്ല. ഇതൊക്കെയാണ് അതിന്റെ ഒരു ഏകദേശ ചിത്രം. ഇവിടെ 12-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ 12 യോഹന്നാൻ 12 നമ്മൾ തുടങ്ങുമ്പോൾ, യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് യേശുവിന്റെ ശുശ്രൂഷയുടെ ഏകദേശം അവസാന സമയത്താണ്. ഇത് മറ്റേത് ആരംഭ സമയത്തായിരുന്നു. ലൂക്കോസിന്റെ 7 അതിനെ തുടർന്ന് യേശുക്രിസ്തു പല സ്ഥലങ്ങളിലേക്ക് പോവുകയും പലതരത്തിലുള്ള ആത്മീക പ്രവർത്തനങ്ങളിൽ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ലൂക്കോസ് 7 നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിന്റെ ആരംഭത്തിലായിരുന്നു. എന്നാൽ ഇത് എപ്പോഴാണ് അത് സംഭവിച്ചത്? പെസഹായ്ക്ക് എത്ര ദിവസം മുമ്പ്? ഇതിനെല്ലാം ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഇത് പെസഹായ്ക്ക് എത്ര ദിവസം മുമ്പാണ്? പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. ഏത് വീട്ടിലാണ്? ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അപ്പൊ ഇത് ലാസറിന്റെ വീട്ടിലേക്കാണ് യേശു ക്രിസ്തു പോയത്. അവിടെ അവന് ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു, ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമാണല്ലോ, ഇത് ലാസറിന്റെ വീട്ടിലാണ്. അവിടെ പന്തിയിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ആരാണ് വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം വീട് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ആരാണ്? അത് നമ്മൾ ഊഹിക്കേണ്ട ആവശ്യമില്ല, അത് മറിയയാണ്. മറിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കുവാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാതിരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ സംഭവം ലാസറിന്റെ വീട്ടിൽ നടക്കുമ്പോൾ അവിടെ മറിയയാണ് യേശുവിന്റെ പാദത്തിൽ ഈ സ്വച്ഛജഡമാംസി തൈലം ഒഴിക്കുന്നത്. മറിയെ സംബന്ധിച്ചോളം അവള് യേശുവിന്റെ പാദത്തിൽ ഇരിക്കുവാനായിട്ട് അഭ്യസിച്ചവളാണ്. അവള് യേശുവിന്റെ പാദത്തിൽ ഇരിക്കുകയും യേശുവുമായിട്ടൊരു ഉറ്റ ബന്ധമുള്ളവളാണ്. അവളുടെ ജീവിതത്തിന്റെ ആരംഭ സമയമായിരുന്നില്ല. അവളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ കുറച്ച് നാളുകൾ മുന്നേറി, കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞും അവളെ സംബന്ധിച്ചോളം യേശുവിന്റെ പാദത്തിൽ ഇരിക്കുവാനും യേശുവിന്റെ ശബ്ദം കേൾക്കുവാനും, കർത്താവേ അങ്ങ് എന്താണ് എന്നോട് പറയുന്നതെന്ന് ചോദിക്കുവാനും മനസ്സുള്ള ഒരു ദൈവഭക്തിയായ സ്ത്രീയായിരുന്നു. ആ പട്ടണത്തിലെ പാപിയായ സ്ത്രീ തന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ വന്ന് യേശുവിന്റെ പാദത്തിൽ അവള് വിലയേറിയ തൈലം ഒഴിച്ചെങ്കിൽ ഇതാ ഇവിടെ ഈ സ്ത്രീ മറിയ, അവൾ തന്റെ ജീവിതത്തിന്റെ ആരംഭത്തിലല്ല, ജീവിതത്തിൽ കുറെ നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞ് അപ്പോഴും യേശുവിന്റെ പാദത്തിൽ ഒഴിക്കുവാനായിട്ട് അവൾക്ക് സ്വച്ഛജഡമാംസി തൈലമുണ്ട്. നമ്മെ സംബന്ധിച്ചോളം നാളുകൾ മുമ്പോട്ട് പോയി, ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ ആ പരീശനായ ശിമോനെ പോലെ നമ്മുടെ ഹൃദയം തണുത്തുപോയോ? ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം കർത്താവേ
അങ്ങ് ഇപ്പോഴും എനിക്ക് വേണം, അങ്ങില്ലാതെ എനിക്ക് പറ്റുകയില്ല, ഇപ്പോഴും എൻ്റെ ഏറ്റവും വിലയേറിയത് ഞാൻ അങ്ങേക്ക് തരും എന്ന് പറഞ്ഞ് ആ നാളുകൾക്ക് ശേഷവും നമുക്ക് യേശുവിന്റെ പാദത്തിൽ ഏറ്റവും വിലയേറിയത് ഒഴിക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മൾ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മൾ ഇന്നലെ ഞങ്ങളവിടെ കൂടിയപ്പോൾ ബ്രദർ പറയുമായിരുന്നു, പറഞ്ഞു പലപ്പോഴും ബൈബിൾ പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ ആത്മീയമായിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? ബൈബിളിന് ഒരു നിർവചനം ഒരാൾ പറഞ്ഞത്, എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് അനുസരിക്കാനും ഉള്ള ഒരു പുസ്തകം. ഒരാൾ പറഞ്ഞങ്ങനെ, എനിക്ക് പ്രസംഗിക്കാനും നിങ്ങൾക്ക് അനുസരിക്കാനും ഉള്ള ഒരു പുസ്തകം. നമുക്ക് നമ്മെ സംബന്ധിച്ചോളം കുറച്ച് കഴിഞ്ഞു ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോയി, അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചോളം ബൈബിൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനും കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുസരിക്കാനുമുള്ള ഒരു പുസ്തകം. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് ഫ്രഷ് ആയിട്ട്, ഇപ്പോഴും എനിക്ക് അനുതാപത്തിന്റെ ആവശ്യമുണ്ട്, ഇപ്പോഴും ഞാൻ എൻ്റെ കുറവുകളെ കാണണം, ഇപ്പോഴും കർത്താവെ എനിക്ക് വെളിച്ചം തരണമേ, ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ കർത്താവുള്ള കുറവുകളെ എനിക്ക് കാണിച്ചു തരണമേ, ഇപ്പോഴും കർത്താവെ എനിക്ക് അങ്ങയോടുള്ള ഒരു ഉറ്റ ബന്ധം എനിക്ക് ആവശ്യമാണ്, ഇപ്പോഴും ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വന്ന് ഏറ്റവും വിലയേറിയത് കർത്താവിന്റെ പാദത്തിൽ ഒഴിക്കുന്ന ഒരു ജീവിതം ഞാൻ അതിനായിട്ട് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് അതിനായിട്ട് ആഗ്രഹിക്കാം, പലപ്പോഴും അതിൽ നിന്ന് നമ്മുടെ ഹൃദയം തണുത്തു പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതമൊക്കെ മെക്കാനിക്കലായി പോകും. കർത്താവിന് ഏറ്റവും നല്ലത് കൊടുക്കാനായിട്ട് കർത്താവിന്റെ പാദത്തിൽ എല്ലാം അർപ്പിക്കുന്നതിന് നമ്മൾ തണുത്തു പോകാറുണ്ട്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തയായി നമ്മൾ മറിയയെ കാണും. അപ്പോൾ ഇത് ലാസറിന്റെ വീട്ടിലായിരുന്നു. മറിയയാണ് യേശുവിന്റെ പാദത്തിൽ ഈ സ്വച്ഛജഡമാംസിത്തൈലം ഒഴിച്ചത്. അതിനെ തുടർന്ന് അവള് ആ വീട് മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഈ സംഭവം വന്നപ്പോഴത്തേക്ക് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാരെ കാണുന്നു. ഇവിടെ യൂദ ആണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞു. എന്തൊരു ആത്മീക ഭാഷയാണ് യൂദ പറയുന്നത്. ഇതെന്തിനാ വെറുതെ ഇവിടെ വന്ന് വേസ്റ്റ് ചെയ്യുന്നത്? ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെ? എന്തൊരു ആത്മീകമായിട്ടുള്ള ഭാഷ. പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മീക ഭാഷ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഹൃദയത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഹൃദയത്തെ കാണുന്ന ദൈവം യൂദായുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞത് എന്താണ്? 6-ാം വാക്യം, ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകുകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകുകൊണ്ടും അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. പലപ്പോഴും നല്ല ആത്മീക ഭാഷ പറഞ്ഞ് പലതരത്തിലുള്ള കള്ളങ്ങളും പലതരത്തിലുള്ള തെറ്റായ മനോഭാവങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ആത്മീക ഭാഷ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ കർത്താവിന് അത് അറിയാമായിരുന്നു. ആ സമയത്ത് കർത്താവ് അത് എക്സ്പോസ് ചെയ്തില്ല. പക്ഷേ കർത്താവിന് അത് അറിയാമായിരുന്നു. കർത്താവ് അത് കണ്ടു. കർത്താവിന് അത് മനസ്സിലാവും. നമുക്ക് കർത്താവിനെ ഒളിപ്പി കഴിയുകയില്ല. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ് കർത്താവ്. ഇവിടെ അത് യൂദയാണ് പറഞ്ഞത്. യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ഈ ഭാഗത്ത് യേശുക്രിസ്തുവിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ സൂക്ഷിച്ചു എന്ന കാര്യം പറഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ ആ ഒരു സംഭവം അവിടെ തീരുന്നതായിട്ട്, ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കലില്ല താനും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇൻസിഡന്റ്. ഈ രണ്ടാമത്തെ ഇൻസിഡന്റിലും മറിയെ സംബന്ധിച്ചോളം അവൾ ഏറ്റവും വിലയുള്ളത്. അന്ന് സ്വച്ഛജഡമാംസി തൈലം എന്ന് പറയുന്ന ആൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തൈലമാണ്. സ്വച്ഛജഡമാംസി തൈലം അല്ലെങ്കിൽ നേരത്തെ അപ്പൊ അവരത് സ്വരൂപിച്ച് ഭരണിയിലാക്കി സ്റ്റോർ ചെയ്ത് പല നാളുകളായിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അത് ഭരണി പൊട്ടിച്ച്, ഭരണിയുടെ സീൽ പൊട്ടിച്ച് യേശുവിന്റെ പാദത്തിൽ ഒഴിക്കുക എന്ന് പറയുന്നത് അതൊരു മനോഭാവമാണ്. കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ എന്നെ തന്നെ അർപ്പിക്കുക, എനിക്കുള്ളത്, ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് കർത്താവിന്റെ പാദത്തിലേക്ക് കൊണ്ടുവരിക. ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹാരിത അതാണ്. നമുക്ക് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വസ്തുവകകൾ, പണം ഒക്കെ ഞാൻ കൊടുക്കാം, യേശുവിന് കർത്താവിന് കൊടുക്കാം. പക്ഷെ പലപ്പോഴും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വസ്തുക്കളോ നമ്മുടെ പണമോ അല്ല. കർത്താവ് ഏറ്റവും അധികം നമ്മിൽ നിന്നും ചോദിക്കുന്നത്, നമ്മോട് ആവശ്യപ്പെടുന്നത് നിന്നെ തന്നെ. നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും നിനക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ യാഗം കഴിക്കുന്നതിന് മുമ്പ് എന്താ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നീ ആദ്യം പോയി നിരപ്പ് പ്രാപിക്കുക. അപ്പൊ നമുക്ക് ഏറ്റവും അധികം നമുക്ക് യേശുവിന്റെ പാദത്തിൽ അർപ്പിക്കുവാനായിട്ട് തടസ്സമുള്ളത്, വിസമ്മതമുള്ളത്, നമുക്ക് പ്രയാസമുള്ളത് ഈ പണമോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ പലപ്പോഴും എളുപ്പമാണ്. പക്ഷെ നമ്മുടെ സ്വയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ, നമുക്കൊന്ന് വിട്ടുകൊടുക്കുവാൻ, നമുക്ക് നമ്മുടെ കർത്താവെ ഞാൻ തെറ്റിപ്പോയി, കർത്താവ് ഇത് എന്റെ കുഴപ്പമാണെന്ന് കർത്താവിനോടും മനുഷ്യരോടും ഒന്ന് അക്നോളജ് ചെയ്യാൻ, ഒന്ന് പോയി ഒന്ന് ക്ഷമ ചോദിക്കാൻ, ഒന്ന് നിരപ്പ് പ്രാപിക്കാൻ,
അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ടൊക്കെ നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒരു ആത്മീയ സഹോദരനാണെങ്കിൽ ശരി, എന്നാൽ പിന്നെ അദ്ദേഹത്തോട് പോയി ഒന്ന് ക്ഷമ ചോദിച്ചേക്കാം. അപ്പം എന്നാൽ പിന്നെ അതിനകത്തൊരു ഹിഡൻ ഒരു കുറച്ച് മാനമൊക്കെ കിട്ടും. നല്ലൊരു താഴ്മയുള്ള സഹോദരൻ പോയൊക്കെ ക്ഷമയൊക്കെ ചോദിച്ചല്ലോ. പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഭർത്താവ് പോയി ഭാര്യയോട് ക്ഷമ ചോദിക്കുമ്പോൾ വലിയ മാനമൊന്നും കിട്ടില്ല. പക്ഷേ അവിടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മറ്റാരും അറിയുന്നില്ല, വീട്ടിൽ അന്യോന്യം നിങ്ങളുടെ സിബ്ലിങ്സിനോട്, നിങ്ങൾ അന്യോന്യം സിബ്ലിങ്സ് തമ്മിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വാശിയും വാഗ്വാദവും ഒക്കെ ഉണ്ടാകാറില്ലേ? ഇല്ലേ? ഉണ്ടാകാറുണ്ടോ? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഉണ്ടാവും. എല്ലാ കുടുംബത്തിലും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇടയിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ അതിനെ പക്ഷെ ഉണ്ടാവുമ്പോ ആ രീതിയിൽ നമ്മുടെ ഭാഗത്ത് നമ്മൾ തെറ്റ് കാണുന്ന സമയത്ത്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവുമ്പോൾ ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തും എൻ്റെ സഹോദരങ്ങളുടെ അടുത്തും ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കാതെ അവിടെ നിങ്ങൾ ക്രിസ്തുവിന്റെ വഴിയിൽ പിൻപറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നമുക്ക് മറ്റ് ന്യായീകരണങ്ങളില്ല. നീ അങ്ങനെ ചെയ്തുകൊണ്ട്, നീ അങ്ങനെ പറഞ്ഞതുകൊണ്ട്, നീ എന്നെ അങ്ങനെ ചെയ്തുകൊണ്ട്, നീ എന്നെ അങ്ങനെ പ്രകോപിച്ചതുകൊണ്ട്, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ചെയ്തു. നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് ന്യായീകരണങ്ങൾ. അതിനു പകരം എനിക്ക് തെറ്റു. നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ആ സമയത്ത് നമ്മുടെ തെറ്റുകളെ നമുക്ക് ഓണപ്പ് ചെയ്യാനും ഐ എം റിയലി സോറി. ഞാൻ കോൺവെന്റ് സ്കൂളിലെ സോറി അല്ല പറയും. അത് നമ്മൾ സാധാരണ സോറി എല്ലാത്തിനും സോറിയും താങ്ക്സും ആൾക്കാർ പറയാറുണ്ട്. സോറിയുടെ അർത്ഥമേ അല്ലെങ്കിൽ താങ്ക്സിന്റെ അർത്ഥം ഇല്ലാതെ നമ്മുടെ തെറ്റുകളെ കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലൊരു വേദനയോടെ നമ്മുടെ സ്വയം സ്പർശിക്കപ്പെട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുന്ന പേര്, ഓമന പേരോ എന്ത് പേരാണെങ്കിലും, ഞാൻ സംസാരിച്ചത് തെറ്റിപ്പോയി, അത് ഞാൻ വളരെ കോപത്തോടെയാണ് സംസാരിച്ചത്, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് ന്യായീകരണങ്ങളില്ല. പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ഈ സമയത്ത് ധിക്കാരത്തോടെയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ അവിടെ ശാന്തമായിട്ട് ആ കാര്യത്തെ എനിക്ക് ഇരിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ എൻ്റെ അഹങ്കാരത്തെ ഞാൻ കാണുന്നു, എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഈ രീതിയിൽ നമ്മുടെ സ്വയത്തെ നമ്മൾ പ്രായോഗികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ, വീട്ടിലും നമ്മുടെ സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് അർപ്പിക്കുന്നത്, അതാണ് നമുക്ക് കുറച്ചുകൂടെ വിഷമം. നമ്മെ സംബന്ധിച്ചുള്ള നമുക്ക് ആരംഭത്തിലും മുമ്പോട്ട് പോകുമ്പോഴും യേശുവിന്റെ പാദത്തിൽ എനിക്ക് ഞാൻ വിലയേറിയതായിട്ട് കരുതുന്ന എൻ്റെ സ്വയമാകട്ടെ, ഞാൻ ഏറ്റവും വിലമതിക്കുന്ന മറ്റെന്തെങ്കിലും എൻ്റെ വസ്തുവകളാകട്ടെ, അല്ലെങ്കിൽ എന്നോട് ഏറ്റവും പറ്റിയിരിക്കുന്ന മറ്റെന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള പാപങ്ങളാകട്ടെ, പലപ്പോഴും ആ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെ നമ്മൾ ഏറ്റവും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അർപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. അത് യേശുവിന്റെ പാദത്തിലേക്ക് കൊണ്ടുവന്ന്, കർത്താവേ, എനിക്ക് ഈ കാര്യം എനിക്ക് വളരെ പ്രിയമുള്ളതായിട്ട് തോന്നുന്നു, എന്നാൽ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ ഒരു ബന്ധം, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം, ഈ വ്യക്തിയുമായിട്ടുള്ള അടുപ്പം, ഈ തരത്തിലുള്ള തെറ്റായ ഒരു ചിന്ത ആർക്കും അറിയില്ല. പക്ഷേ കർത്താവേ, അങ്ങനെ സഹായിക്കണം, എനിക്ക് ശക്തിയില്ല. ഞാനിതാ, ആളുകൾ ഒരു പക്ഷേ എന്നെ എന്തെങ്കിലും പറയും, ഞാനിതാ, എന്നാൽ കർത്താവേ, ഞാൻ കണ്ണുനീരോടെ അങ്ങയുടെ പാദത്തിലേക്ക് ഞാൻ വരുന്നു, ഞാനിതാ അങ്ങയുടെ പാദത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു അർപ്പണത്തിലൂടെ ആ ഒരു ഭവനത്തിൽ, ആ ഒരു സഭയിൽ അങ്ങനെ അർപ്പിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഉള്ളപ്പോൾ അവിടെ ഒരു സൗരഭ്യം നിറയുകയാണ്. യേശു ക്രിസ്തു അവർക്ക് സമാധാനം കൊടുക്കുകയാണ്. യേശു ക്രിസ്തു അവിടെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും നൽകുകയാണ്. ഈ തരത്തിലുള്ള വിടുതലാണ് നമുക്ക് വേണ്ടത്. യേശുവിന്റെ പാദത്തിൽ വന്ന് യേശു നൽകുന്ന വിടുതൽ, യേശു നൽകുന്ന സമാധാനം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇൻസിഡന്റ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് ലാസറിന്റെ വീട്ടിൽ അത് ഒഴിച്ചത് മറിയുകയാണ്. ഇത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ ശിഷ്യന്മാരുണ്ടായിരുന്നപ്പോൾ അവിടെ ഈ കാര്യത്തിന് ചോദ്യം ചെയ്യുകയും അതിന് ഒരു തടസ്സം പറയുകയും ചെയ്തത് ആരാണ്? യൂദ. ഓക്കെ. ഇനിയും നമ്മൾ കാണുന്നത് മർക്കോസ് 14 മത്തായി 26 നമ്മൾ കാണുന്നുണ്ട്. മർക്കോസ് 14 മത്തായി 26 നമുക്ക് വേണമെങ്കിൽ ആ രണ്ട് ഭാഗവും നമുക്ക് പാരലലായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. മർക്കോസ് 14 മർക്കോസ് 14 മർക്കോസ് 14 നമ്മൾ വായിക്കുമ്പോൾ മർക്കോസ് 14 തുടങ്ങുന്നത് എങ്ങനെയാണ്? 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് വ്യക്തമായി ഇത് യോഹന്നാനിൽ കണ്ട ഇൻസിഡന്റ് അല്ല. ക്ലിയർ ആണല്ലോ? യോഹന്നാനിൽ കണ്ട ഇൻസിഡന്റ് എപ്പോഴായിരുന്നു? പെസഹായ്ക്ക് 6 ദിവസം മുമ്പാണ്. അപ്പൊ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് അവിടെ ആരായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ ആരാ പറഞ്ഞത്?
അവിടെ യൂദയാണ് ഈ കാര്യത്തെ ചോദ്യം ചെയ്തത്. അപ്പൊ ഇത് പെസഹായ്ക്ക് 2 ദിവസം മുമ്പാണ് എന്ന് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞു. അപ്പൊ 4 ദിവസം കഴിഞ്ഞു. ഇപ്പൊ 3-ാം വാക്യം, അവൻ ബെഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അപ്പോ ഇത് ആരുടെ വീട്ടിലാണ്? കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ. അപ്പൊ ഇത് പരീശനായ ശീമോൻ അല്ല. അത് പരീശനായ ശീമോൻ അത് യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലായിരുന്നു. ഇത് കുഷ്ഠരോഗിയായ ശീമോൻ. ആ കുഷ്ഠരോഗിയായ ശീമോൻ അത് എപ്പോഴാണ്? അവന്റെ വീട്ടിലാണ്. ഇത് 2 ദിവസം മുമ്പാണ്, പെസഹായ്ക്ക് 2 ദിവസം മുമ്പ്. ആരാണ് ഈ യേശുവിന്റെ പാദത്തിൽ ഈ ഭരണിയുമായിട്ട് വന്നത്? ഒരു സ്ത്രീ. ഒരു സ്ത്രീ എന്ന് പറയുന്നുള്ളൂ. ആദ്യം പട്ടണത്തിലെ പാപിയായ സ്ത്രീ, രണ്ടാമത്തത് നമ്മൾ വായിച്ചത് മറിയ. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീ ആരാണ് എന്ന് നമുക്കറിയില്ല. ഒരു സ്ത്രീ, അവൾ വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛജടമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അപ്പോ 4-ാം വാക്യം, അവിടെ 4-ാം വാക്യം എങ്ങനെയാണ് വായിക്കാമോ? അവിടെ ചിലർ, തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന്? ആ ചിലർ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ആണ്. നമ്മള് യോഹന്നാൻ 12 വായിച്ചപ്പോ ആരായിരുന്നു? യൂദ. യോഹന്നാൻ 12 നമ്മൾ വായിച്ചപ്പോ യൂദയാണ് ചോദിച്ചത് ഈ വെറും ചിലവ് എന്തിന്. ഇപ്പോ ആരാ ചോദിക്കുന്നത്? 4 ദിവസം കഴിഞ്ഞപ്പോ ആരാ ചോദിക്കുന്നത്? അവിടെ ചിലർ. അപ്പൊ യൂദ മാത്രമല്ല, യൂദയോടുകൂടെ ചിലരും കൂടെ ചേർന്നു. യൂദയോടുകൂടെ ചിലരും കൂടെ ചേർന്നു. അപ്പൊ യൂദയ്ക്ക് മറ്റു ചിലരെയും സ്വാധീനിക്കാനായിട്ട് പറ്റി. 4 ദിവസം കൊണ്ട് യൂദയ്ക്ക് മറ്റു ചിലരെ സ്വാധീനിക്കാനായിട്ട് പറ്റി. മറ്റു ചിലരെയും യൂദയുടെ ഈ ആശയം അവൻ സ്വാധീനിച്ചു. അപ്പൊ ഇത് 4 ദിവസത്തിന് മുമ്പ് ഒരു സംഭവം നടന്നു. അപ്പം എന്തിനാ വെറും ചെലവെന്ന് യൂദ ചോദിച്ചു. ഇപ്പൊ ഇതാ വേറൊരു സ്ത്രീ വരുന്നു, യേശുവിന്റെ പാദത്തിൽ വന്നിട്ട് കുഷ്ഠരോഗിയെ ശിമോന്റെ വീട്ടിൽ ഒഴിക്കുന്നത് കണ്ടപ്പോ യൂദ പറഞ്ഞത് മറ്റു ചിലർക്കും കൂടെ ഓർമ്മ വന്നു. അപ്പൊ യൂദയുടെ സ്വാധീനം വന്നപ്പോ മറ്റു ചിലർ, അവര് യൂദയും മറ്റു ചിലരും, അവര് എല്ലാരും കൂടെ ചേർന്ന് യൂദയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ കുറച്ച് ശിഷ്യന്മാര് ചോദിച്ചു, തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന്? അപ്പൊ തന്നെ കണക്കൊക്കെ നേരത്തെ തന്നെ യൂദ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ആ കണക്ക് തന്നെയാണ് പറയുന്നത്. 300 അതിലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. എന്നാൽ യേശു, അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ എന്ന് പറഞ്ഞ് 8-ാം വാക്യം, അവൾ തന്നെ ലാഭത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം തേച്ചു. നേരത്തെ മറിയയും മുമ്പ് കൂട്ടി തൈലം തേച്ചു. ഇപ്പൊ ഇതാ മറ്റൊരു സ്ത്രീയും 4 ദിവസം കഴിഞ്ഞപ്പോ യേശുവിന്റെ പാദത്തിൽ അവൾ തൈലവുമായിട്ട് വന്നു. അപ്പോ ഇപ്പോ യൂദയല്ല, യൂദ മറ്റു ചിലരെയും കൂടെ സ്വാധീനിച്ചു. മറ്റു ചിലരും കൂടെ ചേർന്ന് ഇത് എന്തിനാണ്, ഈ വെറും ചിലവ് എന്തിനാണ് എന്ന് ചോദിക്കും. നമ്മള് ഇത് ഇവിടെ ഒരു കൈവച്ചുകൊണ്ട് തന്നെ മത്തായി 26 നമ്മൾ വരുമ്പോ, മത്തായി 26 2-ാം വാക്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുത്തവർക്കും കൂടെ ഒന്ന് വായിച്ച് സഹായിക്കാം. അതെ, അപ്പൊ ഇതും വീണ്ടും 2 ദിവസം സെയിം ഇൻസിഡന്റ് ആണ്. അപ്പൊ ആ സെയിം ഇൻസിഡന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ മർക്കോസിൽ വായിച്ചതും ഇവിടെ മത്തായിൽ വായിച്ചതും രണ്ടും ഒരേ സംഭവമാണ് വിവരിക്കുന്നത്. ഇത് 2 ദിവസം മുമ്പാണ്. ആരാണ് കൊണ്ടുവന്നത്? അത് നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നു. ആരാണ്? അവിടെയും ഒരു സ്ത്രീ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും ഈ കാര്യം 2 ഗോസ്പലിലും 2 പേരും എഴുതിയിരിക്കുന്നത് ഒരുപോലെ തന്നെയാണ്. ഒരു സ്ത്രീ. ആരുടെ വീട്ടിലാണ്? 6-ാം വാക്യം, യേശു ബെഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിൽ. അപ്പോ മർക്കോസിലും മത്തായിലും പറയുന്ന ഈ 2 ഇൻസിഡന്റും സിനോണിമസ് ആണ്, ഒരുപോലെ തന്നെയാണ്. അത് രണ്ടും ഒരേ ദിവസം സംഭവിച്ച ഒരു കാര്യത്തെയാണ് 2 പേരും 2 സുവിശേഷങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു സ്ത്രീ അവിടെ കൊണ്ടുവന്നു. അപ്പോ അതിനെ തുടർന്ന് 8-ാം വാക്യം, അവിടെയും അത് തന്നെയാണ് പറയുന്നത്. ശിഷ്യന്മാർ. അപ്പോ യൂദ ആയിരുന്നു യോഹന്നാൻ 12, ഇവിടെ ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞ്, ഈ വെറും ചെലവ് എന്തിന്? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അതറിഞ്ഞിട്ട് അവളോട്, സ്ത്രീ അസഹ്യപ്പെടുന്നത് എന്ത്? അവളെങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. എന്നിട്ട് നമ്മൾ